ഇന്ത്യയുടെ റെയിൽവേ രംഗത്ത് വലിയ സാങ്കേതിക മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്ന ഒരു ചരിത്രപരമായ പദ്ധതിയാണ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുന്ന ബുള്ളറ്റ് ട്രെയിൻ. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ആദ്യത്തെ അതിവേഗ ട്രെയിൻ സെറ്റ് 2027 ഏപ്രിൽ മാസത്തോടെ പുറത്തിറങ്ങും. രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയായ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴി വഴിയാകും ഈ ട്രെയിൻ സേവനം ആരംഭിക്കുക. തിപ്പസാന്ദ്ര ക്യാമ്പസിൽ സ്ഥാപിച്ച ആദിത്യ എന്ന സമർപ്പിത ഹൈസ്പീഡ് റെയിൽ നിർമ്മാണ സമുച്ചയത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് മന്ത്രി ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഈ നിർമ്മാണ സമുച്ചയം ഇന്ത്യയുടെ സ്വന്തം അതിവേഗ ട്രെയിൻ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഒരു കേന്ദ്രമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദിത്യ സൗകര്യത്തിന് പ്രതിവർഷം ഏകദേശം 100 കോച്ചുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടാകും. ഇത് ഭാവിയിൽ രാജ്യത്തെ ഹൈസ്പീഡ് റെയിൽ ശൃംഖല വിപുലീകരിക്കാൻ വലിയ സഹായമാകും. ഈ പദ്ധതിയുടെ ഭാഗമായി B28 എന്നറിയപ്പെടുന്ന അതിവേഗ ട്രെയിൻ സെറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും BMLEയും ചേർന്നാണ്. ട്രെയിൻ ഡിസൈൻ ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നും ഇപ്പോഴതിന്റെ സാധൂകരണ ഘട്ടം പുരോഗമിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ആദ്യ ട്രെയിൻ സെറ്റ് 2027 മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്കിടയിൽ പുറത്തിറങ്ങുമെന്നുമാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ അടുത്ത തലമുറ ഹൈസ്പീഡ് റെയിൽ പദ്ധതികളിലേക്കുള്ള ചുവടുവയ്പായും ഈ നീക്കം വിലയിരുത്തപ്പെടുന്നു. ബംഗളൂരു ചെന്നൈ ഹൈസ്പീഡ് റെയിൽ ഇടനാഴി ഉൾപ്പെടെ വിവിധ പുതിയ ഇടനാഴികളുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടുകൾ അവസാന ഘട്ടത്തിലാണ്. ഈ പാതയിൽ യാത്രാ സമയം ഏകദേശം 73 മിനിറ്റായി ചുരുങ്ങുമെന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ ബംഗളൂരു ഹൈദരാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴി പൂർത്തിയായാൽ ഈ രണ്ട് നഗരങ്ങൾക്കിടയിലെ യാത്രാ സമയം ഏകദേശം 2 മണിക്കൂറായി കുറയും. അതിവേഗ റെയിൽ സാങ്കേതിക വിദ്യ വളരെ സങ്കീർണവും ഉയർന്ന കൃത്യത ആവശ്യപ്പെടുന്നതുമാണ്. ട്രെയിൻ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ മുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ വരെ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ രംഗത്ത് ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനായി ആഭ്യന്തര വിതരണ ശൃംഖല വികസിപ്പിക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയുടെ നിർമ്മാണം ഇതിനകം ഏകദേശം 80% പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. ഈ വർഷം അവസാനത്തോടെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും 2027 ഈ പാത കമ്മീഷൻ ചെയ്യുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ ജപ്പാനിൽ നിന്ന് ഒരു അതിവേഗ ട്രെയിൻ സെറ്റും എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിലൂടെ ഇന്ത്യൻ സാങ്കേതിക വിദ്യയും ജപ്പാന്റെ പരിചയസമ്പത്തും തമ്മിൽ ഏകോപനം സാധ്യമാകും. 2 തദ്ദേശീയ ഹൈസ്പീഡ് ട്രെയിൻ സെറ്റുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും കമ്മീഷനിംഗും നിർവഹിക്കാൻ ഏകദേശം 866.9 കോടി രൂപയുടെ കരാറാണ് നൽകിയിരിക്കുന്നത്. ഈ ട്രെയിനുകൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ചെയർ കാർ കോൺഫിഗറേഷനിലായിരിക്കും. യാത്രക്കാരുടെ സൗകര്യം മുൻനിർത്തി തിരിക്കാൻ സാധിക്കുന്ന സീറ്റുകൾ, ചാരിയിരിക്കാവുന്ന സീറ്റുകൾ, ആധുനിക ഓൺബോർഡ് ഇൻഫോർടൈൻമെന്റ് സംവിധാനങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടും. ഭാവിയിൽ ബംഗളൂരു, പൂനെ, മുംബൈ ഹൈസ്പീഡ് റെയിൽ ലിങ്ക് പോലുള്ള പുതിയ ഇടനാഴികളും പരിഗണനയിലുണ്ട്. രാജ്യത്ത് നിലവിൽ ഒരു ഹൈസ്പീഡ് റെയിൽ പദ്ധതി നിർമ്മാണത്തിലിരിക്കെ 7 പുതിയ പദ്ധതികൾ കൂടി ആസൂത്രണ ഘട്ടത്തിലാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഏകദേശം 7000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു സമഗ്ര ഹൈസ്പീഡ് റെയിൽ ശൃംഖല നിർമ്മിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തെ മുൻനിർത്തി B28 ട്രെയിൻ സെറ്റിനായി ഇന്ത്യ സ്വന്തം ഭൗതിക സ്വത്തവകാശം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ഇതിലൂടെ ഭാവിയിൽ ഇന്ത്യക്ക് തന്നെ ഹൈസ്പീഡ് റെയിൽ സാങ്കേതിക വിദ്യ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയും ഉയരും. രാജ്യത്തെ ഗതാഗത മേഖലയെ വേഗത്തിലും കാര്യക്ഷമതയിലും ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുന്ന വലിയ മാറ്റത്തിനുള്ള തുടക്കമായി ഈ പദ്ധതിയെ വിലയിരുത്താം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.